നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നില്ല. മഞ്ചേശ്വരം താലൂക്കിൽ അക്രമം തുടരുന്നു. 16 പേരെ മുൻകരുതലായി തടവിലെടുത്തു. 12 പേർ അറസ്റ്റിൽ. ശനിയാഴ്ച വൈകിട്ട് വരെ നിരോധനാജ്ഞ തുടരും. ഹർത്താലിന്റെയും പ്രതിഷേധത്തിന്റെയും മറവിൽ സംഘപരിവാർ നേതൃത്വം ജില്ലയെ കലാപഭൂമിയാക്കുവാൻ ശ്രമം നടത്തുന്നതായി CPM ജില്ലാ നേതാക്കൾ. അക്രമം അവസാനിപ്പിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ CPM ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും നേതാക്കൾ. ഹർത്താലുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ തുടരുന്നതിനിടെ മഞ്ചേശ്വരം തുമിനാട്ടിൽ ബേക്കറി കട അടിച്ചു തകർത്തു. തുമിനാട്ടിലെ അബ്ദുൾ സത്താറിന്റെ കടയാണ് തകർത്തത്. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നതിനെതിരെ ബഹുജന പ്രക്ഷോഭം ശക്തം. HRPM-ഉം സേവ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ കമ്മിറ്റിയും സംയുക്തമായി ഉപ്പള ടൗണിൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം തുടങ്ങി. എരിയമ്പാടി കിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് സമൂഹ വിവാഹവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കൊടക്കാട് സ്കൂളിലെ 1985 SSLC ബാച്ചുകാർ 33 വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടി. സ്കൂളിന് വായനാമുറിയും ലൈബ്രറിയും സമർപ്പിച്ചു. മുല്ലപ്പൂ കൃഷിയിൽ വിജയം കൈവരിച്ച് കാസർഗോട്ടെ റിട്ടയേർഡ് BSNL ജീവനക്കാരൻ A. കുമാരൻ. കാസർഗോഡ് നഗരസഭാ ടൗൺ ഹാളിന് സമീപത്തെ 13 സെന്റിലാണ് മുല്ലപ്പൂവിന്റെ സുഗന്ധം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നില്ല. മഞ്ചേശ്വരം താലൂക്കിൽ വ്യാപക അക്രമങ്ങളാണ് നടന്നത്. സംഭവത്തിൽ 16 പേരെ മുൻകരുതലായി തടവിലെടുത്തു. 12 പേർ അറസ്റ്റിലുമായി. മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ ശനിയാഴ്ച വൈകിട്ട് വരെ നിരോധനാജ്ഞ തുടരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച അയ്യപ്പ ജ്യോതിക്കിടെയുണ്ടായ അക്രമത്തോടെയാണ് ജില്ലയിൽ വ്യാപക സംഘർഷങ്ങൾ അരങ്ങേറിയത്. കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിയിൽ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കുവാനെത്തിയ പ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായി. ഇതിന് തുടർച്ചയായി ചേറ്റുകുണ്ടിൽ വനിതാ മതിലിന് നേരെ വ്യാപക അക്രമമാണ് അരങ്ങേറിയത്. സംഭവത്തിൽ 300ഓളം BJP RSS പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട BJP പിന്തുണയോടെ ശബരിമല കർമ്മസമിതി പ്രഖ്യാപിച്ച ഹർത്താലിലാണ് സംഘർഷം ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാടും കാസർഗോഡും സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ വ്യാപക അക്രമങ്ങളാണ് അരങ്ങേറിയത്. ഇതിന് തുടർച്ചയായി രാത്രിയിലും വെള്ളിയാഴ്ച പുലർച്ചെയോടെയുമായി മഞ്ചേശ്വരം മേഖലകളിൽ വ്യാപകമായി അക്രമ സംഭവങ്ങൾ അരങ്ങേറി. ഈ മേഖലകളിൽ നിരവധി പേർക്ക് വെട്ടേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 10ഓളം പേർ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. നിരവധി വാഹനങ്ങളും വീടുകളും തകർത്തു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയും അക്രമമുണ്ടായി. അടച്ചിട്ട 20ഓളം കടകൾക്ക് നേരെ അക്രമമുണ്ടായതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഉപ്പള യൂണിറ്റ് ബന്ദിയോട് ടൗണിൽ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഹർത്താൽ നടത്തി. സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മഞ്ചേശ്വരം താലൂക്കിൽ ജില്ലാ കളക്ടർ സജിത് ബാബു 2 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ ഹർത്താൽ ദിനത്തിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് 18 പേരെ മുൻകരുതലായി അറസ്റ്റ് ചെയ്തു. കറന്തക്കാട്, ബട്ടമ്പാറ, അടുക്കത്ത് ബയൽ, ചൌക്കി, കല്ലങ്കൈ എന്നിവിടങ്ങളിൽ വെച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഹർത്താൽ ദിനത്തിൽ കറന്തക്കാട് ദേശീയപാത ഉപരോധിക്കുകയും റോഡ് തടസ്സപ്പെടുത്തുകയും ചെയ്തതിന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള 280 പേർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു. ബട്ടമ്പാറയിൽ CPM പ്രവർത്തകന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ 10 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. റിപ്പോർട്ട് ചെയ്ത വിവിധ കേസുകളിലെ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടെ നീലേശ്വരം മനോരമ ലേഖകൻ ശ്യാംബാബുവിന്റെ വീടിന് നേരെ അക്രമമുണ്ടായി. കല്ലേറിൽ ജനൽ ഗ്ലാസുകൾ തകർന്നിട്ടുണ്ട്. സംഘർഷ സാധ്യത മുൻനിർത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ഹർത്താലിന്റെയും പ്രതിഷേധത്തിന്റെയും മറവിൽ സംഘപരിവാർ നേതൃത്വം ജില്ലയെ കലാപഭൂമിയാക്കുവാൻ ശ്രമം നടത്തുന്നതായി CPM ജില്ലാ നേതാക്കൾ. അക്രമം അവസാനിപ്പിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ CPM ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹർത്താലിനോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ കണക്കുമായി എത്തിയാണ് CPM നേതാക്കൾ BJP RSS നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനമുന്നയിച്ചത്.
2 ദിവസങ്ങളിലായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ CPM പ്രവർത്തകർക്ക് നേരെയും പാർട്ടി ഓഫീസുകൾക്ക് നേരെയും വ്യാപകമായ അക്രമങ്ങളാണ് നടക്കുന്നത്. മാധ്യമ പ്രവർത്തകർക്കടക്കം അക്രമത്തിൽ പരിക്കേറ്റു. മഞ്ചേശ്വരം, കാസർഗോഡ് പ്രദേശങ്ങളിൽ വർഗീയ സ്വഭാവത്തോടെയാണ് സംഘപരിവാർ അക്രമം അഴിച്ചുവിട്ടതെന്നും CPM നേതാക്കൾ ആരോപിച്ചു. പ്രതിഷേധത്തിന്റെ പേരിൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട അക്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകരുടെ വീടിനും സ്വത്തിനും സംരക്ഷണം നൽകുവാനും അക്രമങ്ങളെ പ്രതിരോധിക്കുവാനും CPM നിർബന്ധിതമാകും. ജില്ലയുടെ പലയിടങ്ങളിലും പരസ്യമായി സംഘപരിവാറിനൊപ്പം ചേർന്ന് കോൺഗ്രസും CPM പ്രവർത്തകരെ ആക്രമിക്കുകയാണ്. അക്രമം നടത്തിയവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാൻ പോലീസ് തയ്യാറാകണമെന്നും നാടിനെ കലാപഭൂമിയാക്കുവാൻ ശ്രമിക്കുന്നവർ ദയാരഹിതമായി ശിക്ഷിക്കപ്പെടണമെന്നും CPM നേതാക്കൾ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഓഫീസുകൾ, ഞങ്ങളുടെ സഖാക്കൾ, ഞങ്ങളുടെ പ്രവർത്തകന്മാർ, എന്തിനേറെ ഈ വനിതാ മതിലിൽ വന്നിട്ടുള്ള സ്ത്രീകളുടെ വീട്ടുകളിലാണ് ഇവിടെ കയറുന്നത്. കാര്യമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരുടെ വീട് ആക്രമിക്കുന്നു. ഈ അക്രമകാരികൾക്ക് എല്ലാ വിഷ്വൽസും ഉണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ജില്ലയിലെ നേതാക്കൾക്ക് അടക്കം പ്രതികൾ ചേർത്തുകൊണ്ട് അടിയന്തരമായി ഇവിടെ പ്രത്യേകിച്ച് വർഗീയതകളെ ഇളക്കിവിടാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരുള്ള ആക്ട് ചേർത്തുകൊണ്ട് അടിയന്തരമായി കേസെടുക്കണം. ഇനി ഇത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ ആക്രമിക്കാനൊന്നും പോവില്ല, പക്ഷെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം. ഞങ്ങളുടെ നാട്ടുകാരെ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളെ, ഞങ്ങളുടെ പ്രവർത്തകരെ, ഞങ്ങളുടെ പാർട്ടി ഓഫീസുകളെ, ഞങ്ങളുടെ സഹാക്കളുടെ വീടുകളെ ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ടി വരും. ഞങ്ങളിവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഇതിനെ പ്രതിരോധിച്ച് മുമ്പോട്ട് പോകേണ്ടി വരും. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, നേതാക്കളായ KP സതീഷ് ചന്ദ്രൻ, VPP മുസ്തഫ, തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹർത്താലുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ തുടരുന്നതിനിടെ മഞ്ചേശ്വരം തുമിനാട്ടിൽ ബേക്കറി കട അടിച്ചു തകർത്തു. തുമിനാട്ടിലെ അബ്ദുൽ സത്താറിന്റെ ഉടമസ്ഥതയിലുള്ള കടയ്ക്ക് നേരെയാണ് അക്രമം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കടയ്ക്ക് നേരെ അക്രമമുണ്ടായത്. കടയുടെ ഗ്ലാസുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. യാതൊരു പ്രകോപനവും കൂടാതെ ഒരു സംഘം കട അടിച്ച് തകർക്കുകയായിരുന്നുവെന്ന് അബ്ദുൽ സത്താർ പറഞ്ഞു. അക്രമികൾ കട തകർക്കുന്ന ദൃശ്യങ്ങൾ കടയിൽ സ്ഥാപിച്ച CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ അബ്ദുൽ സത്താറിന്റെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഹർത്താലിനിടെയുണ്ടായ അക്രമത്തിൽ കുഞ്ചത്തൂർ ജംഗ്ഷനിലുണ്ടായ ഒരു പാൻ കടയും തകർക്കപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കടയാണ് തകർത്തത്. ഹർത്താലിനോടനുബന്ധിച്ച് മഞ്ചേശ്വരത്തെയും പരിസരങ്ങളിലെയും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയാണ് അക്രമമുണ്ടായത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ന്യൂസ് ഡെസ്ക് KCN. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നതിനെതിരെ ബഹുജന പ്രക്ഷോഭം ശക്തമാകുന്നു. HRPM-ഉം സേവ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ കമ്മിറ്റിയും സംയുക്തമായി ഉപ്പള ടൗണിൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം തുടങ്ങി. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ അടച്ചു പൂട്ടുന്നതിനെതിരെയും ഉപ്പളയിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളായ റിസർവേഷൻ സൗകര്യം, നേത്രാവതി, മാവേലി, ഏറനാട് എക്സ്പ്രസുകൾക്ക് ഉപ്പളയിൽ സ്റ്റോപ്പ് അനുവദിക്കൽ, ഉപ്പള ടൗണിനെ തീരദേശവുമായി ബന്ധിപ്പിക്കാനായുള്ള അടിപ്പാത നിർമ്മിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ റെയിൽവേ അധികൃതർ അംഗീകരിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം നടത്തുന്നത്. നൂറ്റാണ്ടിൽ കൂടുതൽ പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടൽ ചില ഉദ്യോഗസ്ഥരുടെ മർക്കടമുഷ്ടിയുടെ ഭാഗമാണെന്നും അത് തിരുത്തിയില്ലെങ്കിൽ ബധിരത ബാധിച്ച റെയിൽവേ അധികൃതരുടെ കണ്ണു തുറക്കുന്നതുവരെ സമരമുഖത്ത് താനും മുൻപന്തിയിലുണ്ടാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. നേത്രാവതി എക്സ്പ്രസിന് ഈ ജില്ലയിൽ, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്റ്റോപ്പ് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ളത് ഉപ്പള റെയിൽവേ സ്റ്റേഷനിലാണ് എന്നത് തീർച്ചയായും അത് ന്യായമായ ഒരു ആവശ്യമാണ്. ഇപ്പോൾ റെയിൽവേ അധികൃതരുടെ കണ്ണ് തുറക്കാനാണ് നമ്മളിപ്പോൾ ഈ സത്യാഗ്രഹം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. റെയിൽവേ കണ്ണ് തുറക്കും, റെയിൽവേ നമ്മൾ പറയുന്നത് കേൾക്കും. അത് നമ്മൾ പറയേണ്ടതുപോലെ പറഞ്ഞാൽ റെയിൽവേ കേൾക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ പറയാനാണ് നമ്മളിപ്പോൾ ഈ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. HRPM ജില്ലാ ഉപാധ്യക്ഷൻ മെഹമ്മൂദ് കൈക്കമ്പ, താലൂക്ക് പ്രസിഡന്റ് രാഘവ ചേരാൽ, യൂത്ത് സെൽ ജില്ലാ സെക്രട്ടറി നാസർ ചെർക്കളം, ലീഗ് ജില്ലാ സെക്രട്ടറി അസീസ് മരിക്കെ, AK അലി മാസ്റ്റർ, അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി, KP വത്സരാജ്, രമണൻ മാസ്റ്റർ, ഷുക്കൂർ ഹാജി, ഹസീം മണിമുണ്ട, സാദിഖ് ചെറുകോളി എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സമരപ്പന്തൽ സന്ദർശിച്ചു.
പുതുവത്സര ദിനത്തിൽ ഉപ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച സമരം ആദ്യ ദിനം HRPM ജില്ലാ ജനറൽ സെക്രട്ടറി KB മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. മൻസൂർ മല്ലത്ത്, രാധാമണി ടീച്ചർ, അഡ്വക്കേറ്റ് കരീം പൂന, മുഹമ്മദ് ഉപ്പള ഗേറ്റ്, ഗുരുസ്വാമി, സാദിഖ് ചെറുകോളി, ഉഷ, മുഹമ്മദ് ഉപ്പള ഗേറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മുല്ലപ്പൂ കൃഷിയിൽ വിജയം കൈവരിച്ച് കാസർകോട്ടെ റിട്ടയർഡ് BSNL ജീവനക്കാരൻ A. കുമാരൻ. കഴിഞ്ഞ 8 വർഷമായി മുല്ലപ്പൂ കൃഷി നടത്തിവരികയാണ് ഇദ്ദേഹം. കാസർഗോഡ് നഗരസഭ ടൗൺ ഹാളിന് സമീപത്തെ 13 സെന്റിലാണ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. BSNL ഓഫീസ് സൂപ്രണ്ടായി റിട്ടയർഡ് ചെയ്ത A. കുമാരനും ഭാര്യ ശാരദയ്ക്കും മുല്ലപ്പൂ കൃഷി നൽകുന്ന ആനന്ദം ഏറെയാണ്. ജോലി ചെയ്യവേ 8 വർഷം മുൻപ് കസ്തൂരി മുല്ലയുടെ ഒരു തൈ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. ഇത് പിന്നീട് മുല്ലപ്പൂ കൃഷിയിലേക്ക് വ്യാപിച്ചു. പൂവിപണിയിലെ ലാഭം ആഗ്രഹിക്കാത്ത ദമ്പതികൾ മാർക്കറ്റ് വിലയേക്കാൾ ഒരു ചെണ്ടിന് 200 രൂപയോളം കുറച്ചാണ് വീട്ടിലെത്തുന്ന ആവശ്യക്കാർക്ക് നൽകുന്നത്. ഒരു ദിവസം 2 ചെണ്ട് വീതം വിൽപ്പന നടത്തുന്നു. നല്ലൊരു ആനന്ദം തന്നെ. ഇപ്പം നല്ലൊരു നമുക്കൊരു ടൈം പാസ്സുമായി. പിന്നെ വേറെ ഈലെന്നെ കളിക്കുമ്പോൾ നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. രാവിലെ പൂ പറിച്ച് കെട്ടി ആൾക്കാർ വന്ന് കൊടുത്തു. മിനിമം നമുക്കൊരു 2 ചെണ്ട് കിട്ടും. നല്ല പൂവിൻ്റെ സീസണെങ്കിൽ ഒരു 2 അട്ടി പൂ കിട്ടും. 2 അട്ടി എന്ന് പറഞ്ഞെങ്കിൽ ഒരു 8 ചെണ്ട് 10 ചെണ്ടിൻ്റെ അടുത്തെല്ലാം കിട്ടിയ ദിവസമുണ്ട്. ചാണകം, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ വളമായി പ്രയോഗിക്കുന്നു. പുഴു ശല്യത്തിനെതിരെ കാന്താരി മുളകും വെളുത്തുള്ളിയും വേപ്പെണ്ണയും ചേർത്ത മിശ്രിതവും തളിക്കുന്നു. കസ്തൂരി മുല്ലയുടെ 50 മരടുകളുള്ള തോട്ടത്തിൽ നിന്ന് 400 രൂപ വീതം വരുമാനവും ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCN. എരിയപ്പാടി കിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് സമൂഹ വിവാഹവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 യുവതി യുവാക്കൾക്കാണ് കിങ് കാനോത്ത് കല്യാണം ഒരുക്കുന്നത്. ഇവർക്കുള്ള സ്വർണം, വസ്ത്രം, വിവാഹ ദിവസത്തെ ഭക്ഷണം തുടങ്ങി എല്ലാ ചിലവുകളും ക്ലബ്ബ് തന്നെ വഹിക്കുന്നതായിരിക്കും. കൂടാതെ വീടുവെക്കാനുള്ള സ്ഥലവും നൽകുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച എരിയപ്പാടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ മർഹം വളപ്പിൽ ആമുനഗറിലാണ് പരിപാടി സംഘടിപ്പിക്കുക. പരിപാടിയിൽ വിവിധ മത സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ 11 മണിക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് നൗഫൽ അലി ശിഹാബ് തങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറും ചേർന്ന് നിക്കാഹ് കർമ്മത്തിന് കാർമ്മിത്വം വഹിക്കും. വൈകുന്നേരം 4 മണിക്ക് സാംസ്കാരിക സമ്മേളനം UT ഖാദർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ YA ഹനീഫ, SA മൊയ്തീൻ, A ബഷീർ, മുഹമ്മദ് കുഞ്ഞി എരിയപ്പാടി, അബ്ബാസ് മൂലയിൽ, PA ഖാദർ, EA ഔഫ് എന്നിവർ പങ്കെടുത്തു. നീലേശ്വരം പടിഞ്ഞാറ്റം കൊഴുവലിൽ നവജ്യോതി എന്ന പേരിൽ അംഗൻവാടി നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഭൂമി സൗജന്യമായി നൽകിയത് നവജ്യോതി ക്ലബ്ബ്. നീലേശ്വരം നഗരസഭയിലെ പടിഞ്ഞാറ്റം കൊഴുവലിൽ സ്ഥാപിച്ച നവജ്യോതി അംഗൻവാടി നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. താക്കോൽദാനം വൈസ് ചെയർപേഴ്സൺ V ഗൗരി നിർവഹിച്ചു. ഇന്നലെ ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ തുക 50 ലക്ഷം തന്നത് കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള സർക്കാർ. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ കൊച്ചു കെട്ടിടം അതിൻ്റെ തുക ചെലവഴിക്കുന്നത് നീലേശ്വരം നഗരസഭയുടെ പ്രവർത്തന ഫണ്ടിൽ നിന്നാണ്. അങ്ങനെ 2 ഉദ്ഘാടനങ്ങൾ നടന്നു. അവിടുത്തെ ഉദ്ഘാടനം വളരെ ആകർഷകമായിരുന്നു. പക്ഷെ അതിനേക്കാളേറെ ആകർഷകവും ആഹ്ലാദകരവുമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങ് എന്നതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ ഒരു ഉദാഹരണം ഇവിടെ അത്ര പ്രസക്തമല്ലെങ്കിൽ. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ P രാധ അധ്യക്ഷയായി. അംഗൻവാടിക്ക് കെട്ടിടത്തിന് സൗജന്യമായി ഭൂമി നൽകിയത് സ്ഥലത്തെ നവജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടവും നിർമ്മിച്ചു. നഗരസഭാ എഞ്ചിനീയർ K ഗണേശൻ, ജനപ്രതിനിധികളായ AK കുഞ്ഞികൃഷ്ണൻ, PM സന്ധ്യ, തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ, PP മുഹമ്മദ് റാഫി, PV രാധാകൃഷ്ണൻ, P ഭാർഗവി, ഇറവാട്ട് മോഹനൻ, M സാജിദ, നഗരസഭാ സെക്രട്ടറി T മനോജ് കുമാർ, KM നാരായണൻ, K കാർത്തിയായനി, ജയശ്രീ, PJ അനുമോൾ എന്നിവർ സംസാരിച്ചു. P കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും K പുഷ്പ നന്ദിയും പറഞ്ഞു. നീലേശ്വരത്തെ BJP ഓഫീസ് തകർത്തു.
രാത്രിയുടെ മറവിൽ സംഘടിച്ചെത്തിയായിരുന്നു അതിക്രമം. CPM പ്രവർത്തകരാണ് ഓഫീസ് തകർത്തതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. നീലേശ്വരം വട്ടപ്പോയിലെ BJP ബൂത്ത് കമ്മിറ്റി ഓഫീസാണ് സംഘടിച്ചെത്തിയ ചിലർ ചേർന്ന് അടിച്ചു തകർത്തത്. ബുധനാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. CPM പ്രവർത്തകരാണ് അക്രമ സംഭവത്തിന് പിന്നിലെന്ന് BJP നേതൃത്വം ആരോപിച്ചു. ഓഫീസിനകത്തെ ഫർണിച്ചർ മുഴുവനും തകർത്തു. കാരം ബോർഡ്, ട്യൂബ്ലൈറ്റുകൾ, മ്യൂസിക് സിസ്റ്റം, ഷെൽഫ് എന്നിവ നശിപ്പിക്കപ്പെട്ടവയിൽപ്പെടുന്നു. ഓഫീസിനകത്ത് സ്ഥാപിച്ചിരുന്ന സോളാർ സംവിധാനങ്ങളും കാണാനില്ല. 7,000 രൂപയും അക്രമികൾ കവർന്നതായി BJP നേതാക്കൾ അറിയിച്ചു. നീലേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരുന്നു. പഴയ കഥകൾ കേട്ടും ഓർമ്മകൾക്ക് നിറം പിടിപ്പിച്ചും 33 വർഷങ്ങൾക്ക് ശേഷം അവർ ഒത്തുകൂടി. തവിട് മിഠായി എന്ന പേരിൽ പുതിയ കാലത്തെ കൂട്ടായ്മ തീർത്തത് കൊടക്കാട് സ്കൂളിലെ 1985 SSLC ബാച്ചുകാർ. സ്കൂളിന് അവർ സമ്മാനിച്ചത് മികച്ച വായനമുറിയും ലൈബ്രറിയും. 33 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊടക്കാട്ടെ കേളപ്പജി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985 ബാച്ച് SLC വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുകൂടിയത്. തവിട്ടുമുട്ടായി എന്ന പേരിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം. കവി CM വിനയചന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. അവരതിനെയൊക്കെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ആളുകളാണ് നമ്മുടെ മുന്നിൽ. നമുക്കുള്ള ഒരു ബേജാറും നമ്മുടെ കുട്ടികൾക്കില്ല പഠിക്കുന്ന കാര്യത്തിൽ എന്നതാണ് ഒരു വലിയ വ്യത്യാസം. അത്രയൊന്നും ബേജാറാവേണ്ട കാര്യമില്ല എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. നമ്മൾ 4ാം ക്ലാസ്സിൽ എടുത്താൽ പോന്നാത്ത അക്കങ്ങളൊക്കെ കാണാപ്പാടം പഠിച്ചു ഇല്ലേ? 99,99,99,999 എന്ന് പറയുന്ന സംഖ്യ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ 4ാം ക്ലാസ്സിനെ ബൈഹാർട്ട് പഠിച്ചത്. ജീവിതത്തിൽ ഇതുവരെയും ആ സംഖ്യനെ കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. 1985 ബാച്ച് ചെയർമാൻ C. ശശികുമാർ അധ്യക്ഷനായി. P. ശൈലജ ഗുരുവന്ദനം നടത്തി. സ്കൂൾ മാനേജർ മാടായി കുഞ്ഞുകണ്ണൻ മാസ്റ്റർ, പ്രധാനാധ്യാപിക KA വിമലകുമാരി, PTA പ്രസിഡന്റ് MV മുരളി എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ പുതിയ കൂട്ടുകാർ വായനയുടെ വസന്തം സമ്മാനിക്കാൻ കൂടിയാണ് 33 വർഷങ്ങൾക്ക് ശേഷം ഈ കൂട്ടായ്മ എത്തിയത്. അവർ സമ്മാനിച്ചത് മികച്ച വായനാമുറിയും ലൈബ്രറിയും. പഴയ കഥകൾ കേൾക്കാനും പണ്ടത്തെ ഓർമ്മകൾക്ക് നിറം പിടിപ്പിക്കാനും അവർ സമയം കണ്ടെത്തി. പരിചയപ്പെടലും ഓർമ്മ പുതുക്കലും കഴിഞ്ഞതോടെ കലാപ്രകടനങ്ങൾ കൊണ്ടും സംഗമം സമ്പന്നമായി. വീണ്ടും കാണാമെന്ന ഉറപ്പ് നൽകി വിഭവസമൃദ്ധമായ ഭക്ഷണവും കഴിച്ചാണ് പഴയ സതീർത്ഥ്യർ മടങ്ങിയത്. കുണിയ ആൽബിറ്റ് ഇസ്ലാമിക് പ്രീ സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് DYSP PK സുധാകരൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കുണിയ ആൽബിർ ഇസ്ലാമിക് പ്രീ സ്കൂളിലാണ് കിഡ്സ് ഫെസ്റ്റ് നടത്തിയത്. കാഞ്ഞങ്ങാട് DYSP PK സുധാകരൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സാമുദായിക വിദ്വേഷത്തിന്റെയും ഒന്നും വിഷവിത്ത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും കർമ്മധീരമായി എല്ലാ സമയത്തും സമയബന്ധിതമായി നാം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും സിഖുകാരനായാലും പാഴ്സിയായാലും ഒക്കെ ഈ ശംഖുനാഥവും ബാങ്കുവിളിയും പള്ളിയിലെ മണിയടിയും ഒക്കെ ഒരുപോലെ ആസ്വദിക്കുവാനുള്ള മനസ്സുള്ളവനാണ് യഥാർത്ഥ ഭാരതീയൻ, യഥാർത്ഥ മനുഷ്യൻ, യഥാർത്ഥ ഇസ്ലാം, യഥാർത്ഥ ഹിന്ദു, യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് നമ്മുടെ മഹത്ഗ്രന്ഥങ്ങളൊക്കെ പറയുമ്പോൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം നമ്മുടെ മതത്തോടും നമ്മുടെ സമൂഹത്തോടും നമ്മുടെ രാജ്യത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദേശവിരുദ്ധ പ്രവർത്തനമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കളായ നിങ്ങളും പോലീസായ ഞങ്ങളും ഒക്കെ കാണിക്കണം. KA മൊയ്തു കുണിയ അധ്യക്ഷനായി. KM ഷറഫുദ്ദീൻ, അബ്ദുൽ ഖാദർ ബാഗവി, KA ഹനീഫ, AM അഷ്റഫ് ആയംകടവ്, V. അബ്ദുള്ള, UP അഹമ്മദ്, മുഹമ്മദ് പടുപ്പ്, KMA ഹമീദ്, ഹംസ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ശില്പശാലയ്ക്ക് തുടക്കമായി. 2 ദിവസങ്ങളിലായി കാലിക്കടവ് കരക്കക്കാവ് കല്യാണ മണ്ഡപത്തിലാണ് പരിപാടി. ഇതോടനുബന്ധിച്ച് ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികൾക്കായുള്ള മാനസികാരോഗ്യ പദ്ധതിയായ കരുത്തിൻ്റെ ഭാഗമായി നേതൃത്വ പരിശീലനം, മോട്ടിവേഷൻ ക്ലാസുകൾ, പ്രശ്നപരിഹാരത്തിനുള്ള പരിശീലനം, കൗൺസിലിംഗ് ക്ലാസുകൾ, സ്കിൽ ട്രെയിനിങ്, കരിയർ ഗൈഡൻസ് ക്ലാസ് എന്നിവ സംഘടിപ്പിക്കുന്നു. കൂടാതെ ഈ 2 ദിവസങ്ങളായി ഹയർ സെക്കൻഡറിക്ക് ശേഷമുള്ള ഉപരിപഠന സാധ്യതകൾ പഠിക്കുന്നതിനായുള്ള ഹയർ സ്റ്റഡീസ് എക്സ്പോ കൂടി സംഘടിപ്പിക്കുന്നു. ദിശ ഹയർ സെക്കൻഡറി, കേന്ദ്ര സർവകലാശാല, NIFT, അഗ്രികൾച്ചറൽ കോളേജ്, പോളിടെക്നിക് കോളേജ്, LBS എഞ്ചിനീയറിംഗ് കോളേജ്, ചീമേനി എഞ്ചിനീയറിംഗ് കോളേജ്, ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദുമ, ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ ഹയർ സ്റ്റഡീസ് എക്സ്പോയിൽ പങ്കെടുക്കും. പരിപാടിയുടെ സമാപന സമ്മേളനം 2019 ജനുവരി 5 ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് അരുൺ V. വിജയൻ IAS ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ TP സേതുമാധവൻ, സജീവൻ മാടമ്പത്ത്, ഡോക്ടർ സെബാൻ ചെരിപ്പുറത്ത്, അബ്ദുൽ ലത്തീഫ് P, വഹാബ്, ദിലീപ് T, ജോസഫ്, വത്സൻ പിലിക്കോട് തുടങ്ങിയവരാണ് ശില്പശാലയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷമുള്ള വിവിധ കോഴ്സുകളെ പരിചയപ്പെടാനും സംശയങ്ങൾ ദൂരീകരിക്കാനുമുള്ള സംവിധാനം ഹയർ സ്റ്റഡീസ് എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും
ഹയർ സ്റ്റഡീസ് എക്സ്പോ സന്ദർശിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. കെ പ്രകാശൻ, കെ പി മുഹമ്മദ് റഫീഖ, കെ സുധാകരൻ, ടി ഗീത, രാജശേഖരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നില്ല. മഞ്ചേശ്വരം താലൂക്കിൽ അക്രമം തുടരുന്നു. 16 പേരെ മുൻകരുതലായി തടവിലെടുത്തു. 12 പേർ അറസ്റ്റിൽ. ശനിയാഴ്ച വൈകിട്ട് വരെ നിരോധനാജ്ഞ തുടരും. ഹർത്താലിന്റെയും പ്രതിഷേധത്തിന്റെയും മറവിൽ സംഘപരിവാർ നേതൃത്വം ജില്ലയെ കലാപഭൂമിയാക്കുവാൻ ശ്രമം നടത്തുന്നതായി CPM ജില്ലാ നേതാക്കൾ. അക്രമം അവസാനിപ്പിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ CPM ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും നേതാക്കൾ. ഹർത്താലുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ തുടരുന്നതിനിടെ മഞ്ചേശ്വരം തുമിനാട്ടിൽ ബേക്കറി കട അടിച്ചു തകർത്തു. തുമിനാട്ടിലെ അബ്ദുൾ സത്താറിന്റെ കടയാണ് തകർത്തത്. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നതിനെതിരെ ബഹുജന പ്രക്ഷോഭം ശക്തം. HRPM-ഉം സേവ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ കമ്മിറ്റിയും സംയുക്തമായി ഉപ്പള ടൗണിൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം തുടങ്ങി. എരിയപ്പാടി കിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് സമൂഹ വിവാഹവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കൊടക്കാട് സ്കൂളിലെ 1985 SSLC ബാച്ചുകാർ 33 വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടി. സ്കൂളിന് വായനാമുറിയും ലൈബ്രറിയും സമർപ്പിച്ചു. മുല്ലപ്പൂ കൃഷിയിൽ വിജയം കൈവരിച്ച് കാസർഗോട്ടെ റിട്ടയേർഡ് BSNL ജീവനക്കാരൻ A കുമാരൻ. കാസർഗോഡ് നഗരസഭാ ടൗൺ ഹാളിന് സമീപത്തെ 13 സെന്റിലാണ് മുല്ലപ്പൂവിന്റെ സുഗന്ധം. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.